ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ സുഖമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും. അപ്പോൾ എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ BSNL Ftthനെ കുറിച്ചാണ്. അപ്പോൾ എനിക്കിതിപ്പോൾ ഒരു കണക്ഷൻ കിട്ടിയിട്ട് ഒരു ആഴ്ചയായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റിങ്ങും അതുപോലെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ടെസ്റ്റ് ചെയ്യാതെ നമ്മുടെ നോർമൽ ആപ്പ് വെച്ചുള്ള സ്പീഡ് ടെസ്റ്റ് ചെയ്യാതൊക്കെ ഒന്ന് നോക്കാൻ വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ സമയത്ത് എല്ലാവരും ഇപ്പോൾ ഈ ഫൈബറിൻ്റെ പിന്നാലെ ആയിരിക്കും. ഇപ്പോൾ എന്നാലും നിങ്ങൾ വർക്ക് ഫ്രം ഹോം അതിൻ്റെ തിരക്കുകളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഈ 4G നെറ്റ്വർക്ക് ഭയങ്കര സ്ലോ ആയിട്ടുണ്ട്. ഞാനെടുക്കാൻ കാരണം അത് തന്നെയാണ്. നമ്മുടെ എൻ്റെ ഉപയോഗിക്കുന്നത് ഞാൻ എയർടെലാണ് മെയിനായിട്ട്. പിന്നെ ഒരു ജിയോ ഫൈല് നമ്മുടെ ജിയോ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ജിയോ ഭയങ്കര വലിയായിരുന്നു ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട്. പിന്നെ അതുപോലെ തന്നെ എയർടെലായാലും കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ കാരണം. നമുക്കതിൻ്റെ സ്പീഡ് ടെസ്റ്റിലേക്ക് പോയാലോ, അധികം ലേറ്റ് ആവാണ്ട്. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നോട്ടിഫിക്കേഷൻ ഓണാക്കി വയ്ക്കുക, നോട്ടിഫിക്കേഷൻ ഓൾ ആക്കി വയ്ക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ നമ്മളപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ശരിക്കും BSNL സാധാരണ ഈ നമ്മുടെ ഫൈബർ കൊടുക്കുന്നത് നമ്മുടെ ഈ LCO വെച്ചാൽ ലോക്കൽ കേബിൾ ഏരിയയുള്ള ലോക്കൽ കേബിൾ വഴിയാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കണക്ഷൻ തരുന്നതും ഫൈബറിനതൊക്കെ ലോക്കൽ നമ്മുടെ കേബിൾ നെറ്റ്വർക്കാരായിരിക്കും. അപ്പോൾ എൻ്റെ വീട് വിയൂരാണ്. അപ്പോൾ തൃശ്ശൂരുള്ള ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ എനിക്ക് എൻ്റെ തൊട്ടടുത്തൊരു കിലോമീറ്റർ അടുത്താണ് നമ്മുടെ BSNL മെയിൻ ഓഫീസ് തന്നെ. എന്നിട്ടും അവർ തന്നേക്കുന്നത് നമ്മുടെ ഒരു വഴിയൊരു നെറ്റ്വർക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തുള്ളൊരു ലോക്കൽ കേബിൾ വഴിയാണ്. അതിൻ്റെ പേര് നെക്സ്റ്റ് ജെൻ നെറ്റ്വർക്ക് സൊല്യൂഷൻ ആയിരിക്കും. വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവർ തന്നേക്കുന്ന ഒരു ബില്ലാണിത്. നമ്മുടെ ഫസ്റ്റ് ഒരു 4,000 എനിക്ക് അടക്കേണ്ട വന്നതെന്ന് വെച്ചാൽ ജീപ്പോണും ONT ആയിട്ടുള്ള നെറ്റ് ലിങ്കിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ ONT എനിക്ക് വാങ്ങിക്കേണ്ട വന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇത്. 2,500 അവർ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ ഫൈബറിൻ്റെയും പിന്നെ അക്സസറീസിനും സ്പ്ലൈസിങ്ങും ഒക്കെ ചാർജ് കൂടി 1,600 രൂപ അതിനും വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ 4,000 രൂപ എനിക്ക് ഫസ്റ്റ് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം. നമ്മുടെ നെറ്റ് ലിങ്കിൻ്റെ സാധനം കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ അതിൻ്റെ അൺബോക്സിങ്ങും ഒരു അടുത്തുള്ളൊരു ഇതുമായിട്ട്. ഇതാണ് സാധനം നെറ്റ് ലിങ്കിൻ്റെ. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആ യെല്ലോ കേബിളാണ് നമ്മുടെ ഫൈബർ വരുന്നത്. അതെനിക്ക് എങ്ങനെ വെച്ചാൽ ഞാനത് എടുത്തേക്കുന്നത് നമ്മുടെ ഒരു ജെല്ലൈൻ്റെ വഴി കൂടെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നറിയില്ല, കുറച്ച് രാത്രിയുണ്ട്. ഈ വൈറ്റ് കാണുന്നത് ഒരു നമ്മുടെ ലാൻ ഞാൻ താഴത്തേക്ക് റേഞ്ച് ഇല്ലാത്ത കാരണം നമ്മുടെ ഒരു ഡീലിങ്ങിൻ്റെ ഒരു റൂട്ടർ കൊടുത്തിട്ട് താഴത്തേക്ക് വെച്ചേക്കുന്ന കണക്ഷനാണ്. അപ്പോൾ അതിൻ്റെ എങ്ങനെ സെറ്റപ്പ് ചെയ്യണമെന്ന് ഞാൻ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ്. ഈ ബോക്സിലേക്കാണ് നമ്മൾ ഇതാണ് ഫൈബറിൻ്റെ ബ്ലാക്ക്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇത് റൗണ്ട് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല, എന്ന് വെച്ചാൽ വളയാൻ പാടില്ല. ഒടിഞ്ഞ് കഴിഞ്ഞാൽ സാധനം ബ്രേക്ക് ആവും. അപ്പോൾ ഇത് വന്നിട്ട് ഡയറക്റ്റ് ഒടിക്ക് വന്നിട്ടാണ് പിന്നെയാണ് ഈ ഫൈബറിൻ്റെ ഒരു യെല്ലോ കേബിൾ വെച്ചിട്ട് ഇതിന്ന് നമ്മുടെ ബോക്സിലേക്ക് കൊടുത്തിരിക്കുന്നത്. ONTയിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2 ആനിനാസാണ്. ഇത് ഡ്യുവലല്ല, 2.4 തന്നെയാണ്. ഇത് നമ്മുടെ ഒരു ഇന്ത്യൻ കമ്പനിയുടെയാണ്, നെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. പക്ഷേ ആകെ ഇവിടെ നമ്മുടെ BSNL ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കണം. അപ്പോൾ ഫൈബർ അല്ല എയർടെലും ജിയോ ഒക്കെ ആണെങ്കിൽ നമുക്കത് ഒരു ഫ്രീ ആയിട്ടാണ് തരുന്നത്. ഡെപ്പോസിറ്റ് കൊടുക്കണമെങ്കിലും ഫ്രീ ആയിട്ടാണ് സാധനം തരുന്നത്. അത് നല്ലൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെയൊക്കെയാണ് തരുന്നത്. നമ്മുടെ നോക്കിയ അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു BSNL ഒരു ഡ്രോബാക്ക് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരെണ്ണത്തിൻ്റെ നമ്മുടെ ലൈറ്റ് ഞാൻ പറഞ്ഞുതരാം. അത് പവറിൻ്റെ ലൈറ്റ് ഉണ്ട്, ഒരു PON. അത് നമ്മുടെ ഫൈബറിൻ്റെ നമ്മുടെ റേഞ്ച് വരുന്നത് കാണിക്കുന്നതാണ്. ഇത് റെഡായി കഴിഞ്ഞാൽ നമുക്കിത് റേഞ്ച് വരില്ല എന്നർത്ഥം. പിന്നെ ഒരു ലാൻഡ് 2 ഉണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം ലാനാണ് കുത്തിയിട്ടുള്ളൂ. പിന്നെ ഫോണിൻ്റെ ഒരെണ്ണുണ്ട്, ഞാൻ ഫോൺ കുത്തിയിട്ടുണ്ട്. അതാണ് ഈ കേബിൾ കാണുന്നത്. ഇതിപ്പോൾ ഞാനൊരു കോർഡ്ലെസ് ഫോണിൽ നിന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കേബിളാണ് ഈ കാണുന്നത്. പിന്നെ വരുന്നതാണ് വൈഫൈൻ്റെയാണ്. അതുപോലെ പെയർ മോഡിൻ്റെയാണ്. അതിനൊരു ബാക്കിൽ ബട്ടൺ ഉണ്ട്, അത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഈ കണക്ഷന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കാണും വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഡയറക്റ്റ് സ്പീഡ് ടെസ്റ്റിലേക്ക് കിടന്നാലോ. ടെസ്റ്റിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മൊബൈലാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ സിസ്റ്റത്തിലേക്ക് അത്ര ക്ലിയർ കിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഇതിൽ സിം എടുക്കുന്നത് ജിയോ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റണമെന്ന് അറിയില്ല, ജിയോ ആണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു സ്പീഡ് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത് നമ്മുടെ ഫൈബർ എടുക്കാനുള്ള കാരണം അതുകൊണ്ടാണ്. അപ്പോൾ അത് അവിടെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. നെറ്റ് ഓണാക്കിയ ശേഷം എല്ലാം എന്താ ജിയോയുടെ ഒരു മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് റിലയൻസ് ജിയോ വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ സ്പീഡ് നോക്കി നോക്കാം. കണക്റ്റിംഗ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ കണക്റ്റ് ആവാൻ തന്നെ നല്ല ടൈം എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് ഒരു 7:45 റേഞ്ചാണ്. നമുക്കിവിടെ ടൈം കാണാം. അപ്പോൾ നമുക്കിത് കണക്റ്റ് ആവണ പോലും ഇല്ല. ഇപ്പോൾ അതപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സ്പീഡ് ഇപ്പോൾ കാണിക്കും. പിങ് 29 ms ആണ് കാണിക്കുന്നത്. പിങ് ഓൾമോസ്റ്റ് വലിയ കുറഞ്ഞ് വരാറില്ല. പക്ഷേ നമുക്ക് ഡൗൺലോഡ് സ്പീഡായി കാണുന്നത് 5 Mbps 6 Mbps ആണ് ഇപ്പോൾ ഓൾമോസ്റ്റ് കിട്ടുന്നത്.
ഇത് നല്ല സ്പീഡ് കുറഞ്ഞിട്ടുണ്ട്. പണ്ട് നല്ല സ്പീഡ് വരാറുള്ളതാണ്. അപ്പോൾ അത് പറയും പോലെ എയർടെലൊക്കെ ആണെങ്കിൽ ഒരു 10 Mbps മുകളിൽ പോകാറുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വർക്ക് ഫ്രം ഹോം നമ്മുടെ ഈ ലോക്ക്ഡൗൺ ഒക്കെ തുടങ്ങിയ ശേഷം ഭയങ്കര സ്പീഡ് കുറവാണ്. അപ്പോൾ ഇതിന് ഡൗൺലോഡ് കിട്ടിക്കുന്നത് 4.79 ആണ്. അപ്പോൾ നമുക്ക് അപ്ലോഡാണ് ഒരു രക്ഷയില്ലാത്തത്. നമുക്ക് ഈ അപ്ലോഡ് സ്പീഡ് വെച്ചിട്ട് ഒന്നും നടക്കില്ല. ഒരു 100 MB ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അതൊക്കെയാണ് ഇപ്പോൾ 0.32 0.35 ഒക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി വെറുതെ ടൈം കളയാണ്ട് ഡയറക്റ്റ് നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ വൈഫൈ ഓൺ ആക്കട്ടെ. അപ്പോൾ എൻ്റെ വൈഫൈൻ്റെ പേര് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ വരും BSNL നെറ്റ്ലിങ്ക് എന്നാണ് ബ്രാൻഡ്. പിന്നെ പേര് ജസ്റ്റ് പേര് കൊടുത്ത് മാത്രമേ, ഞാൻ പേര് മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് മാറ്റാൻ പറ്റും. ഇതിപ്പോൾ BSNL ഫൈബർ കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഡയറക്റ്റ് സ്പീഡ് ടെസ്റ്റ് കൊടുക്കാം. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഊക്ലയുടെ സാധനമാണ്. വേറെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ വേറൊരു സെർവർ കാണിക്കുന്നത് സ്റ്റാമ്പേഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് പെരുമ്പാവൂർ. മിക്കതും BSNL തന്നെയാണ് കാണിക്കാറ്. പിന്നെ പിങ് 18 ms ആണ്. ഇപ്പോൾ 20 ms താഴേക്ക് ആണെങ്കിൽ നല്ല വെരി ഗുഡാണ് നമ്മുടെ പിങ്ങിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ ഗെയിമിങ്ങിനൊക്കെ നല്ലതാണ്. ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് 29.1 ആണ്. അപ്പോൾ ഈ അവിടെ അപ്ലോഡ് നോക്കിയോളൂ 40, 39, 40. പിന്നെ പ്രത്യേകിച്ച് ഈ ടൈമിൽ കുറച്ച് കുറയുന്നുണ്ട്. ശരിക്കും നോർമലി 45. നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ റിസൾട്ട് ഞാൻ മുമ്പ് നോക്കിയതിൻ്റെ കാണിച്ചു തരാം. അപ്പോൾ 47.3, 48.5. ഇതിപ്പോൾ 11 മണിക്കൊക്കെയാണ് കാലത്ത്. ഇപ്പോൾ ഈ സമയമാകുമ്പോൾ ട്രാഫിക് കൂടുന്ന കാരണമാണോ എന്താണെന്നറിയില്ല. പിന്നെ 30 ഒക്കെ ആക്കിയിട്ട് മാറുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അതിൻ്റെ സമയത്ത് താഴേക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് വേറെ കാര്യം, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പക്ഷേ എന്നാലും 30 എന്ന് പറയുന്നത് വലിയ മോശമൊന്നുമല്ല. പക്ഷേ എൻ്റെ പ്ലാൻ 50 Mbps ആണ്. അപ്പോൾ 30 എന്ന് വെച്ചാൽ കുറവ് തന്നെയാണ്. 50 പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്കൊന്ന് വേറെ ഒരു നമ്മുടെ സ്പീഡ് ടെസ്റ്റിൻ്റെ ഒരു ആപ്പ് വെച്ചിട്ട് നോക്കി നോക്കാം. എന്താ ഇപ്പോൾ 34, 35, 36, 40 ടച്ച് ചെയ്യുന്നില്ല. നേരത്തെ 45 to 35 ആയിട്ടുണ്ട്. അപ്പോൾ താഴെ ഉപയോഗിക്കുന്ന കാരണമാണോ എന്നറിയില്ല. 2-3 പേര് ഇപ്പോൾ താഴത്ത് ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും എന്നറിയില്ല. നമുക്ക് എന്തായാലും ഒരു വേറെ ആപ്പിൽ നിന്ന് കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു 2 ആപ്പും കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം നമ്മുടെ നെറ്റ്ഫ്ലിക്സിൻ്റെ നമ്മുടെ ആപ്പാണത്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഫാസ്റ്റ് എന്ന് പറഞ്ഞ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു ആപ്പാണ്. അപ്പോൾ അതിൽ നമുക്ക് എത്ര കിട്ടണമെന്ന് നോക്കാം. ഇതിപ്പോൾ ഒന്ന് ഡയറക്റ്റ് അതിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ 34, 31, 27, 30 ആ റേഞ്ച് തന്നെ കിട്ടുന്നത് കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ട്രാഫിക്കിൻ്റെ കുഴപ്പമാണ് ചാൻസ്. പവർഡ് ബൈ നെറ്റ്ഫ്ലിക്സ് ഇപ്പോൾ 32 തന്നെയാണ് കിട്ടുന്നത് ഓൾമോസ്റ്റ്. ഇപ്പോൾ നമുക്ക് വേറെ ആപ്പ് കൂടി നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കറക്റ്റ് ഓൾമോസ്റ്റ് ഫിക്സ് ചെയ്യാൻ ഇത് തന്നെയായിരിക്കും. എൻ്റെ 777 എന്ന് പറഞ്ഞ പ്ലാനാണിത്. അതിന് ശരിക്കും 50 Mbps ഉള്ളതാണ്. അപ്പോൾ എനിക്ക് ഈ സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ്, എനിക്കിപ്പോൾ ഇത്ര കുറഞ്ഞ് കിട്ടാറില്ല. ഇപ്പോൾ ഈ സമയത്തായ കാരണമാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇതിലും കൂടി നമുക്കൊന്ന് നോക്കി നോക്കാം. ഇത് സ്പീഡ് ടെസ്റ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞൊരു ആപ്പിൻ്റെയാണ്. ഇതിലിപ്പോൾ പിങ് കിട്ടുന്നില്ല. അപ്പോൾ ആയിട്ടുണ്ട്. ഇപ്പോൾ 16 ms ആണ് പിങ് കിട്ടിക്കുന്നത്. അപ്പോൾ സ്പീഡ് ഇൻക്രീസ് ആയിട്ടുണ്ട്. 43, 42 എത്തിയിട്ടുണ്ട്. അതിപ്പോൾ കറക്റ്റ് എന്തിൻ്റെയാണ് സംഭവം എന്ന് അറിയില്ല. ഇപ്പോൾ 40.6 ആണ് ഇതിൽ കാണിക്കുന്നത്, നേരത്തെ 35. അപ്പോൾ അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തായാലും അപ്ലോഡ് എല്ലാത്തിലും ഒരു 30 above 35 above വരുന്നുണ്ട്. ഇതിലിപ്പോൾ 41 അതേ സ്പീഡാണ് ഡൗൺലോഡ് കാണിക്കുന്നത്. ശരിക്കും ഇതേപോലെ എനിക്ക് 48, 49 ഒക്കെ രണ്ടും സെയിം കിട്ടാറ്. ഇപ്പോൾ ഈ ടൈമിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല, ഓരോ ആപ്പിൻ്റെ എന്താണോ സംഭവം അറിയില്ല. പക്ഷേ അപ്ലോഡൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു HD വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ കയറിയിട്ടുണ്ട്. ഇതന്നെ ഇത് രണ്ടൊരു വീഡിയോ ആണ്. ഞാൻ ഇപ്പോൾ തന്നെ കുറച്ച് മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. എന്താ 1080pയിലാണ് പ്ലേ ചെയ്യുന്നത്. സൗണ്ട് കുറച്ച് വയ്ക്കാം. എന്താ ലോഡൊന്നും ആവാണ്ട് നല്ല സുഖമായിട്ട് തന്നെ പ്ലേ ആവുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഞാൻ കണ്ടു 1080pയിലാണ് കളിക്കുന്നത്. ഇതാ 1080pയിലാണ്, ഒരു കുഴപ്പമില്ലാണ്ട് പ്ലേ ആവുന്നുണ്ട്. ഇതാ അപ്പോൾ നമുക്ക് വലിച്ചു കൊടുത്താൽ തന്നെ അപ്പോൾ തന്നെ പ്ലേ ആവുന്നുണ്ട്. ബ്രൗസ് നമ്മുടെ വീഡിയോ ലോഡിങ്ങിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ അപ്ലോഡും കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ വേറൊരു എന്താ പറയുക എന്തെങ്കിലും വേറൊരു ചാനലിൽ നമുക്ക് യൂട്യൂബിലൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. ടെസ്റ്റായിട്ട് നമുക്കൊരു ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. നമുക്കതൊരു 204 MB ആംഗ്രി ബേർഡ്സ് 2ൻ്റെ ഗെയിമാണ്. അപ്പോൾ നമുക്കിത് എത്ര സമയം എടുക്കുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ 19 ഇത് ഞാൻ വെൻ വൈഫൈ അവൈലബിൾ അത് കൊടുക്കട്ടെ എന്നൊരു മിനിറ്റ്. വൈഫൈയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1956 ആയിട്ടുണ്ട്. ഇപ്പോൾ എന്നുവെച്ചാൽ 56-ലാണ് ഇപ്പോൾ തുടങ്ങിയത്. ഇപ്പോൾ 9% ആയിട്ടുണ്ട്. ഇപ്പോൾ 1 മിനിറ്റ് പോലും ആയിട്ടില്ല.
അപ്പോൾ 200 MB ഇത്ര മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് ഡൗൺലോഡ് ആവുമെന്ന് നോക്കാം. ഇപ്പോൾ കിട്ടുന്ന സ്പീഡ് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന പോലെ 30 MB ആണ്. അപ്പോൾ നമുക്ക് ശരിക്കും 50 MB/s ഡൗൺലോഡിൽ ശരിക്കും നമ്മൾ ഡൗൺലോഡ് വരേണ്ടത് ഒരു 4 to 5 to 6 MB/s ആണെന്ന് ശരിക്കും ഡൗൺലോഡ് വരേണ്ടത്. എന്ന് വെച്ചാൽ 8 ബിറ്റ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അതാണ് കറക്റ്റ് ഡൗൺലോഡ് സ്പീഡ്. അതും ഇപ്പോൾ അപ്ലോഡ് ആയാലും സെയിം ആയിട്ട് വരുന്നതാണ്. ഇപ്പോൾ 30 MB/s നേരത്തെ കാണിക്കുന്നതാണ്. കുറച്ച് മുമ്പ് നേരത്തെ പക്ഷേ വേറെ ആപ്പിൽ കാണിച്ചു 40. പക്ഷെ എനിക്ക് ഡെയിലി കിട്ടാറുള്ളത് ഒരു 45 കിട്ടാറുണ്ട്. പിന്നെ ചില ടൈമിൽ ഇങ്ങനെ കുറയാറുണ്ട്, അത് വേറെ കാര്യം. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 1 മിനിറ്റ് പോലും ആയിട്ടില്ല. ഒരു 1950s നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ 1 മിനിറ്റായി. ഇപ്പോൾ 56 കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങിയത്. ഇപ്പോൾ 99% ആയി. ഇപ്പോൾ ഡൗൺലോഡ് ആയി, ഇപ്പോൾ ഇൻസ്റ്റാൾ ആയി തുടങ്ങി. അപ്പോൾ ഒരു 200 MB 1 മിനിറ്റ് ഒന്നും വേണ്ട, അത്രയും കുറഞ്ഞ സെക്കൻഡിൽ ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കഴിഞ്ഞ് നമുക്ക് ഇനി അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്ത് നോക്കാം യൂട്യൂബിൽ. അതൊരു 200 MB വീഡിയോ തന്നെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് നോക്കേണ്ടതാണ്. ജസ്റ്റ് ഞാനിപ്പോൾ ഇതിൽ തന്നെ എടുത്തൊരു വീഡിയോ ആണ്. 1 മിനിറ്റുള്ളൊരു വീഡിയോ ആണ്. ക്യാമറയിലെടുത്താണ് HD. അപ്പോൾ ഇതൊരു 200 MB ഉണ്ട്. ഇത് നമുക്ക് അപ്ലോഡ് കൊടുക്കാം. അവിടെ കാണിക്കുന്നുണ്ട് പ്രിപ്പയറിങ് 54. അപ്പോൾ റിപ്പയറിങ് 100% ആയിട്ടുണ്ട്. അപ്ലോഡ് കാണിച്ചു തുടങ്ങി. അപ്പോൾ 200 MB എന്ന് പറയുന്നത് അവർക്ക് 25 സെക്കൻഡിൽ അപ്ലോഡ് ആവുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് ഏകദേശം നോക്കാം. ഞാനിപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ പറയുന്നത് 300 MB അങ്ങനെയൊക്കെയാണ്. അത് അപ്ലോഡ് ആവുന്നത് എനിക്കൊരു 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ മാക്സിമം 3 മിനിറ്റിലൊക്കെ അപ്ലോഡ് ആവാറുണ്ട്. അപ്പോൾ ഇതും അതേ സ്ഥിതിക്ക് തന്നെയാണ്. ഇതിപ്പോൾ 200 MB ഉണ്ട്. ഇതിപ്പോൾ ഒരു 20 സെക്കൻഡ്, ഇതിപ്പോൾ 8 സെക്കൻഡ് കാണിക്കുന്നത് ബാക്കി. അപ്പോൾ നമുക്കിത് ക്യാൻസൽ ചെയ്ത ആവശ്യമില്ല എന്തായാലും. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി കാണിച്ചെന്നാണ്. എൻ്റെ BSNL Ftth എടുത്തതിൻ്റെ ഒരു 1.5 ഉണ്ടാവും സാധ്യത. അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ ഈ ഹൈ ട്രാഫിക് വരുന്ന ടൈമിൽ ഒരു 30, നേരത്തെ കാണിച്ച പോലെ 35-40 ആ റേഞ്ചിൽ വരുന്നുണ്ട്. അല്ലാത്ത സമയത്തൊക്കെ ഒരു 48 ആ റേഞ്ചിൽ തന്നെ കിട്ടുന്നുണ്ട്. വലിയ കംപ്ലയിൻറ്റ് കാണാറില്ല. അതുപോലെ എൻ്റെ പ്ലാനിൽ ഒരു ഹോട്ട്സ്റ്റാർ ഫ്രീ ഉണ്ടായിരുന്നു. അതും അവർ ഒന്നും വലിയ ചോദിക്കൊന്നും വന്നില്ല. അപ്പോൾ തന്നെ മെസ്സേജ് വന്നു. ഒരു 1 ഡേ എടുത്തുന്നുണ്ട് മെസ്സേജ് വരാൻ. അതുപോലെ നമ്മുടെ ഇവർക്ക് സെൽഫ് കെയർ, ഒരു BSNL സെൽഫ് കെയറിന് നമ്മുടെ ബില്ല് ഡീറ്റെയിൽസ് അതിലാണ് വരിക. അപ്പോൾ അതിൻ്റെ പാസ്വേഡ് ഒക്കെ അത് കുറച്ച് ഞാൻ ചോദിക്കേണ്ട വന്നു. പക്ഷേ അതിൻ്റെ നമ്മുടെ ഒരു കസ്റ്റമർ നമ്പർ, ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചോദിക്കേണ്ട വന്നു. അവരുടെ നമ്പർ കുറച്ച് ആദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ BSNL നോർമൽ പോലെ എടുക്കില്ല. അതുപോലെ എനിക്ക് കുറച്ച് പെട്ടു. പക്ഷേ 2 ദിവസങ്ങളിൽ അപ്പോൾ തന്നെ അവർ തന്നു അത്. പിന്നെ അത് ഫസ്റ്റ് ദിവസം ആഡ് ആവണമെന്നില്ല. അപ്പോൾ അവർ പറഞ്ഞാൽ അത് നമ്മുടെ ബില്ലിങ് ശരിയാക്കണമല്ലോ, അതുകൊണ്ടാണെന്ന് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞോട്ട് ഫുൾ കിട്ടി തുടങ്ങി. പിന്നെ സൈറ്റ് കുറച്ച് സ്ലോ ആണെങ്കിലും ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് തന്നെയാണ്. നമ്മുടെ BSNL സെൽഫ് കെയർ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസും യൂസേജൊക്കെ കാണാൻ പറ്റും. അതുപോലെ നമുക്കൊരു BSNL Pro എന്ന് പറഞ്ഞൊരു അവരുടെ ആപ്പല്ല, അത് BSNL Pro എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ആപ്പാണ്. അത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ യൂസേജ് അപ്പോൾ തന്നെ കാണാം. മൊബൈലിൽ ആപ്പ് ഉണ്ട് നമ്മുടെ ഗൂഗിൾ പ്ലേയിൽ. അപ്പോൾ യൂസേജ് ഒന്നും കുഴപ്പമില്ല. എനിക്ക് 300 MB പ്ലാനാണ്. അത് 300 GB പ്ലാനാണ് 1 മന്ത്. ഇപ്പോൾ GST കൂടിയിട്ടൊരു 927 വരുന്നു തോന്നുന്നുണ്ട്. വന്നിട്ടില്ല 1 ബില്ല്. അപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ ബില്ല് കാണിച്ചെന്ന പോലെ ഫസ്റ്റ് ഒരു 4000 അടയ്ക്കാൻ വന്നു. പിന്നെ ബില്ല് വരിക ഇനി 927 ബില്ലാണ്. പ്ലസ് ഒരു മാസത്തെ എക്സ്ട്രാ അവർ നമ്മുടെ ഒരു ഡെപ്പോസിറ്റ് പോലെ വാങ്ങിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 927 + 927 വരും. അപ്പോൾ 1900 വരും ഓൾമോസ്റ്റ് തോന്നുന്നുണ്ട് ഈ മാസം. അപ്പോൾ അതൊരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് വാങ്ങിച്ച് വെക്കുന്നതാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈവറ്റ് ഒരു ഏജൻസിയാണ് തന്നത്. അവരാണ് കാശ് വാങ്ങിയത്. അവരുടെ ബില്ലാണ് നേരത്തെ കാണിച്ചത്. ഇപ്പോൾ BSNL ആയിട്ട് വരുന്നത് ഇനി വരാൻ പോകണമെന്നുള്ളൂ. അപ്പോൾ അത് വരുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ അങ്ങനെ അപ്ലോഡ് ചെയ്യാം, എങ്ങനെയുണ്ട് അപ്പോഴത്തെ റെസ്പോൺസൊക്കെ. അപ്പോൾ നിങ്ങളിപ്പോൾ BSNL എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ എടുക്കണ്ടെന്ന് പറയില്ല. എന്ന് വെച്ചാൽ പിങ്ങും ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ, പിങ്ങും കുറവ് തന്നെയാണ്. 20ൻ്റെ താഴെ ഞാൻ നല്ല പിങ്ങാണ്. അതുപോലെ ഡൗൺലോഡ് ഇപ്പോൾ എൻ്റെ 50 MB/s പ്ലാനാണ്. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ഗെയിമിങ്ങിനൊക്കെ പറ്റുന്നുണ്ട്. ഞാൻ സാധാരണ ഗെയിം കളിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് വലിയ പറയാൻ പറ്റില്ല അതിനെക്കുറിച്ച്. പക്ഷേ നമ്മൾ നോർമൽ അപ്ലോഡിങ്, അതുപോലെ നമ്മുടെ നോർമൽ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആ പാക്കേജിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇത് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരും ഫസ്റ്റ് ആയിട്ട് തന്നെ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്സ്.